Hi friends, welcome to Sagi's Kitchen. ഇന്ന് നമുക്ക് ബീട്രൂട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് രണ്ട് മീഡിയം സൈസ് ബീട്രൂട്ട് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് തന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ബീട്രൂട്ട് തോരൻ വെക്കാനുള്ള പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ച എണ്ണയൊന്ന് ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1 സ്പൂൺ ഉഴുന്ന്, മുഴുവനായിട്ടുള്ള ഒരു ഉഴുന്ന് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട്, ചെറിയ ഉള്ളി, പച്ചമുളക്, കരിവേപ്പിലയിൽ ഇട്ടുണ്ട്, അത് ഫുള്ളിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞളും 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. എന്നിട്ട് അതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എത്ര സമയം എടുക്കുമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം. നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു ചെറിയ തീയിൽ, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്കാക്കി എടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, ഇത് ആവിയിൽ തന്നെ വെന്ത് വന്നോളും. നമുക്ക് നമ്മുടെ ബീട്രൂട്ട് നോക്കാം. 10 മിനിറ്റ് മതി ഇതൊന്ന് കുക്കായിട്ട് വരാൻ, ബീട്രൂട്ട് ഒന്ന് കുക്കാവാൻ. ഓൾറെഡി ഇത് ഗ്രേറ്റഡ് ആയതുകൊണ്ട് വേഗം ഇത് കുക്കായി വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പകുതി കപ്പ് ചെരുകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. നന്നായി എന്നിട്ട് തേങ്ങ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി അല്ലെങ്കിൽ ബീട്രൂട്ട് തോരൻ, നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.